ഈ ഇടയ്ക്കൊരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നിരുന്നു. ആ രോഗി അത്ര പ്രായമുള്ള വ്യക്തിയൊന്നല്ല, ചെറിയൊരു കുട്ടി, ഒരു 14 വയസ്സുകാരനായ ഒരു കുട്ടി. ആ കുട്ടി വന്നത് ആദ്യം ഒറ്റയ്ക്കായിരുന്നു, പിന്നീട് അവന്റെ ഉമ്മയും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സംഭവം എങ്ങനെയാണ്, അവന്റെ ഉമ്മയോട് ഒരു ദിവസം പറഞ്ഞു കൊടുത്തു, ഉമ്മ എന്റെ നാവിനടിയിൽ ചെറിയൊരു പുണ്ണ് വരുന്നുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു, ആ പുണ്ണല്ലേ, അത് നീ നന്നായി എരിവൊക്കെ കഴിച്ചോ, അത് ശരിയായിക്കോളെന്ന് പറഞ്ഞു ഉമ്മ നിസ്സാരാക്കി. ഒരാഴ്ച കഴിഞ്ഞു, ആ പുണ്ണിന് യാതൊരു കുറവുമില്ല. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണിച്ചു നോക്കാം. ഡോക്ടറെ പോയി കാണിച്ചു. ഡോക്ടർ ആദ്യം ചിന്തിച്ചു, ചെറിയൊരു പുണ്ണല്ലേ, ഒരാഴ്ചക്ക് ഒരു ആന്റിബയോട്ടിക് കൊടുക്കാം എന്ന് പറഞ്ഞ ഗുളിക കൊടുത്ത് ഡോക്ടർ വിട്ടു. അത് കഴിച്ച് പിന്നെ ആ കുട്ടി ഒരാഴ്ച കഴിഞ്ഞു, ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല, അത് മറ്റു പല ഭാഗങ്ങളിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നീട് ഡോക്ടറെ വീണ്ടും കാണിക്കാൻ പോയി. ഡോക്ടർക്ക് മനസ്സിലായി സംഗതി പന്തിയല്ല, ഇത് വെറും ഒരു പുണ്ണല്ല എന്ന് മനസ്സിലായി. കുറച്ച് ടെസ്റ്റുകൾക്ക് ഇങ്ങനെ എഴുതി കൊടുത്തു. ശേഷം ഈ ടെസ്റ്റിന് റിപ്പോർട്ടുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്യാൻ പോയി തിരിച്ചു വരുന്നത് ആ ഡോക്ടർ പറഞ്ഞു, ഉമ്മയും മോനും കൂടി കയറണ്ട, ഉമ്മ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ടുമായിട്ട് ഉമ്മ വന്നു. മോൻ പുറത്തിരുന്നു. ആ ഉമ്മയുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോന് ക്യാൻസർ ആണ്. ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല. ഒരുപക്ഷെ ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അവൻ ഉപയോഗിച്ച ഒരു സാധനമാണെങ്കിൽ ഈ സ്റ്റേജിലേക്ക് അവൻ എത്തില്ലായിരുന്നു. ഇന്ന് അവന്റെ ആയുസ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. 5 മാസമാണ് അവന്റെ ആയുസ്, അതിനപ്പുറവും പോവില്ല. കാരണം ഇത് അവന്റെ നാവിനെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്, ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ബാധിച്ചതിന് ലിസ്റ്റ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ട് ആ ഉപ്പ മരിച്ച ഉമ്മയ്ക്ക്, തന്റെ ഭർത്താവില്ലാതെ ആ മകനെ നോക്കി വളർത്തിയ ആ ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ തലകറങ്ങി വീഴാണ് ഉമ്മ. ആ ഉമ്മ വീണ വീഴ്ചയുടെ ആഘാതം കേട്ട് പുറത്തിരുന്ന മകൻ വന്ന് ഉമ്മയെ എടുത്തു നോക്കി. ഡോക്ടറോട് മോൻ ചോദിക്കുകയാണ്, എന്താ ഡോക്ടറെ പ്രശ്നം? അപ്പൊ ഡോക്ടർ യാഥാർത്ഥ്യം പറഞ്ഞപ്പോ തല താഴ്ത്തിയത് കേൾക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. സങ്കടത്തോടെ പുറത്തിറങ്ങി. ആ മോൻ ഇന്ന് ഇല്ല സഹോദരങ്ങളെ. നാളിച്ചു നോക്കൂ, ആ കുട്ടിയുടെ ജീവൻ എടുത്ത്, വെറും 14 വയസ്സുകാരന്റെ ജീവൻ എടുത്തത് അവൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും മാരകമായ സിന്തറ്റിക് ലഹരിയായിരുന്നു.